കരുണയും നീതിയും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഇന്ന് എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നാണ് ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്. കർത്താവേ, എന്നെ വേദനിപ്പിച്ചവരെയും എന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചവരെയും കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സ് ചിലപ്പോൾ കോപത്തോടെ നിറയുന്നു. എങ്കിലും നിന്റെ വചനം എന്നെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കൈ ഉയർത്തി ഹാനി ചെയ്യുന്നത് കർത്താവിന്റെ മുമ്പാകെ കുറ്റമാകുന്നു. 1 സാമുവേൽ 26:9. കർത്താവേ, പ്രതികാരത്തിന്റെ വഴിയിലേക്കല്ല, നിന്റെ ഇഷ്ടത്തിന്റെ വഴിയിലേക്കാണ് എന്നെ നയിക്കണമേ. എന്റെ കൈകൾ ഹാനി വരുത്താൻ ഉയരാതിരിക്കട്ടെ, എന്റെ ഹൃദയം കോപത്തിൽ കത്തിക്കൊള്ളാതിരിക്കട്ടെ. എന്നെ അനീതിയോടെ അവഗണിച്ചവർക്കായി പോലും പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ തരണമേ. എന്റെ വേദനകൾ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, നീ നീതിമാനായ ന്യായാധിപനാണ്. എന്റെ പോരാട്ടങ്ങൾ നിന്റെ കൈകളിൽ തന്നെയിരിക്കട്ടെ. നീ സമയത്ത് നിന്റെ വഴിയിൽ നീതി സ്ഥാപിക്കും എന്ന ഉറച്ച വിശ്വാസം എന്റെ ഉള്ളിൽ വളരട്ടെ. എന്റെ ആത്മാവിനെ സൗഖ്യമാക്കണമേ. എന്റെ ഹൃദയത്തെ ശാന്തിയാൽ നിറയ്ക്കണമേ. പ്രതികാരമല്ല, ക്ഷമയും സ്നേഹവും എന്റെ സാക്ഷ്യമായി മാറട്ടെ. ഇതെല്ലാം ഞാൻ എന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.